സ്തോത്രം. മറ്റൊരു തമാശ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വന്നത്, ഈ തിരുവതാഴ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫറിങ്ങിനുള്ള സമയമാണ്. ആ സമയത്ത് നമുക്ക് പാട്ട് പാടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് വേറൊരു ഒരു തമാശ കടന്നു വന്നു. തമാശ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. MP അപ്പൻ എന്ന് പറയുന്നൊരു മലയാള പ്രൊഫസറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ സമയങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് പല സ്കൂളുകളിലും ഒക്കെ ഇങ്ങനെ കടന്നു പോകും. അപ്പം അങ്ങനെ കടന്നുപോയ സന്ദർഭത്തിൽ അദ്ദേഹം ചോയ്സ് പോലുള്ള ഒരു സ്കൂളിൽ കടന്നു ചെന്നു. ചോയ്സ് സ്കൂള് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്കൂളിൽ കടന്നു ചെന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കടുവ പെട്ടെന്ന് മതിൽ ചാടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ചോയ്സ് സ്കൂളിലെ പിള്ളേരെല്ലാവരും മൗനമായിട്ട് അവിടെ ഇരുന്നു. എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് അറിയാൻ വയ്യാതെ വളരെ ബുദ്ധിമുട്ട്, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാതെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇരുന്നു. എന്നാൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോയി അദ്ദേഹം പ്രസംഗിച്ചു. ഇതേ ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലേ ഗ്രൗണ്ടിൽ. അപ്പോൾ ഒരു കടുവ വന്നു. അപ്പോൾ 2-3 പയ്യന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. അതിനകത്ത് ഒരു പയ്യൻ പെട്ടെന്ന് ചാടി പറഞ്ഞു, സാറേ ഒന്നുമില്ല, ഒരു കല്ലെടുത്ത് ഒരൊറ്റ കീച്ച് ഞങ്ങളെന്ന് പറഞ്ഞു. വ്യത്യാസം മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായില്ലേ? ചോയ്സ് സ്കൂളില് അവർ സ്പൂൺ ഫീഡിങ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ വേണം. മനസ്സിലായോ? ഗവൺമെന്റ് സ്കൂളില് അങ്ങനെയൊന്നുമില്ല. അവരവരുടെ ലൈഫിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ച്, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ലൈഫിൻ്റെ ഒരു സിറ്റുവേഷനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് കഴിയും. മനസ്സിലായോ? സ്തോത്രം. സ്തോത്ര കാഴ്ച കഴിഞ്ഞ് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അങ്ങ് തുടങ്ങിക്കോണം. പിന്നെ ഇനി പാസ്റ്റർ മാത്യു എന്ത് വിചാരിക്കും, പാസ്റ്റർ അരുൺ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ചോയ്സ് സ്കൂളിലെ കൾച്ചറാണ്. വി ഡോണ്ട് വാണ്ട് ദാറ്റ് കൾച്ചർ. പ്രൊഫഷണൽസിന് ഒരു പ്രശ്നമുണ്ട്. അവർ സംഗതി മ്യൂസിക് ശരിയായില്ലെങ്കിൽ എങ്ങനെ വരും, എന്തൊക്കെയായിരിക്കും പ്രശ്നം എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് തിങ്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. പരിശുദ്ധാത്മാവാണ് കാര്യങ്ങളെ നടത്തുന്നത്. നമ്മൾ ആ രീതിയിലുള്ളൊരു കൾച്ചറിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രെയർ മീറ്റിങ്ങിന് പോയാൽ, പ്രിയമുള്ളവരെ, ഐലൻഡ് ഇമ്മാനുവൽ ഫെലോഷിപ്പിലെ ചേർച്ചിലെ ഒരു വ്യക്തി ആ ഹാളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരുവാണ്, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും മുന്നോട്ട് കടന്നു വന്നാട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, ഗോ പ്രേ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പോരായ്മ നമ്മൾക്ക് അത് മാറ്റിയെടുക്കണം. നമ്മളെല്ലാവരും ആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഊർജ്ജസ്വലരായിരിക്കണം. ആത്മീകമായിട്ട് ആ ലെവലിൽ നമ്മൾ ഒരു പാട്ട് പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ പാട്ട് ശരിക്കും അറിയാൻ പാടില്ല. പ്രീതി തുടങ്ങി തന്നാലേ എനിക്ക് പാടാൻ പറ്റാറുള്ളൂ സാധാരണഗതിയിൽ. അപ്പം ഞാൻ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ അങ്ങ് പാടും. അത് വരികളൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും, അതിന് ട്യൂണൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും, എങ്കിലും അങ്ങ് പാടും. നിങ്ങളും അതേപോലെ തന്നെ പാടിക്കോണം. യാതൊരു വിധത്തിലുള്ള ഒരു കൺസേണും അതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. ഈ ട്യൂണില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് തൽക്കാലം നമുക്ക് ഒരു ചെറിയ ഒരു വചനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ടീം നമുക്കറിയാം, റിട്ടേൺ ടു ഗോഡ്, അല്ലേ? നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ജനുവരി കഴിഞ്ഞു. അടുത്ത 2024 അടുത്ത മാസത്തിലേക്ക് നമ്മൾ കടന്നു. എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് സൺഡേ ആണ്. തീർച്ചയായിട്ടും സമയം ഇങ്ങനെ മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവസരങ്ങളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ ഈ കാലയളവിൽ ചിന്തിച്ചു കൊള്ളണം. യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു,
പട്ടിണികളെക്കുറിച്ച് കേൾക്കുന്നു, ഭൂകമ്പത്തെക്കുറിച്ച് കേൾക്കുന്നു. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്, കർത്താവ് പറഞ്ഞു, ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എൻ്റെ വരവ് ആസന്നമായി. ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല കർത്താവ് വരുന്ന തീയതിയോ ഡേറ്റോ വർഷമോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് ചില ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ലക്ഷണങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗരൂകരായിട്ട്, എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. കർത്താവ്, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ അങ്ങയോട് കൂടെ ഉണ്ടാകുമോ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ ആ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. നമുക്ക് ലൂക്കോസ് സുവിശേഷം 2-ാമത് അധ്യായം അതിൻ്റെ 51 52 വാക്യം നമുക്ക് വായിക്കാം. വളരെ വളരെ ചെറിയൊരു വാക്യമാണ്. പക്ഷെ ആ ഒരൊറ്റ വാക്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരികെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വളരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ലൂക്കോസ് 2-ന്റെ 51 52 വാക്യം ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്നു, അവർക്ക് കീഴടങ്ങി ഇരുന്നു. ഈ അവരെന്ന് പറയുന്നത് മാതാപിതാക്കളാണ്, അല്ലേ? മാതാപിതാക്കളാണ്. അവരോട് കൂടെ വന്നു, നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങി ഇരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 52-ാമത്തെ വാക്യം, 52-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് വന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഈ വാക്യത്തിൽ നിന്ന് അങ്ങ് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ യേശു എന്ത് ചെയ്തു എന്നുള്ളതാണ്. 52-ാമത്തെ വാക്യമാണ്. പിന്നെ യേശു എന്ത് ചെയ്തു? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്ന് വന്നു. 5 കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഞാൻ 6-ാമത്തെ കാര്യവും നമുക്ക് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമായിരിക്കും. 5 കാര്യങ്ങൾ ഈ വാക്യത്തിൽ കാണുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ യേശുവെ പോലെ ആകുക, യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുക, യേശുവിൽ നിന്ന് ചിലത് പഠിക്കുക. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ, ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത്. യേശു എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു എങ്ങനെയായിരുന്നു കാര്യങ്ങളെ ചിന്തിച്ചത്? തൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കിൽ, മുന്നോട്ടുള്ള ഗമനത്തിൽ, തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായിട്ടുള്ള പർപ്പസിലേക്ക്, ഉദ്ദേശത്തിലേക്ക് നടന്നു പോകുന്ന സന്ദർഭത്തിൽ അവൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ അവൻ കരുപ്പിടിപ്പിച്ചത്, എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളതാണ് ഈ ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഏറ്റെടുക്കണം. 1, യേശു ജ്ഞാനത്തിലും വിസ്ഡം, ഹല്ലേലൂയ, അവന് ലഭിച്ചതായിട്ടുള്ള വിസ്ഡത്തില്, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിസ്ഡത്തില്, ആ വിസ്ഡത്തിൽ അവൻ മുന്നോട്ട് പോയി. ഒബീഡിയൻസ്, അവൻ്റെ അനുസരണത്തിൽ അവൻ മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് എടുക്കാവോ? ആ ഒരു വാക്ക് അവിടെ കാണുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ ഒബീഡിയൻസിൽ, അവൻ്റെ അനുസരണത്തിൽ അവൻ നിന്നു. 3-ാമതായിട്ട് അവൻ്റെ സ്റ്റേച്ചർ, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ വളർച്ചയിൽ അവൻ മുന്നോട്ട് ശ്രദ്ധിച്ചു. ദൈവികമായിട്ടുള്ള കൃപയിൽ, അല്ലെങ്കിൽ ഫേവർ ഓഫ് ഗോഡിൽ, ദൈവത്തിൻ്റെ കൃപയിൽ അവൻ വളരുവാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ദ ഫേവർ വിത്ത് മെൻ, ജനങ്ങളുമായിട്ട് കൂടിച്ചേരുന്ന അവൻ്റെ സമൂഹവുമായിട്ടുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ ഫേവറോട് കൂടി വളരെ നന്മയിൽ വളരുവാനായിട്ട് അവൻ ശ്രമിച്ചു. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് നമ്മൾ നോക്കുന്നത്. അതിന് ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് വായിക്കാവോ? somebody can read that 52, ലൂക്കോസ് 2-ന്റെ 52. യെസ്, റൈറ്റ്. 51 ആണെന്ന് തോന്നുന്നല്ലേ?
50 റൈറ്റ്. ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ ആ വാക്യങ്ങൾ രണ്ടും കൂടെ ചേർത്താണ് വായിക്കേണ്ടത്. സോ ഹി വാസ് ഒബീഡിയന്റ് ടു ദ പേരൻസ്, ഹി വാസ് ഒബീഡിയന്റ് ടു ദ ഫാദർ ഹു ഹാസ് സെൻഡ് ഹിം. പിതാവിൻ്റെ അല്ലെങ്കിൽ എർത്തലി പേരൻസിനോട് അനുസരിച്ച് കീഴ്പ്പെട്ട് ഇരുന്നതായിട്ടുള്ള യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നമുക്കതിനെ കുറച്ചുകൂടി വൈഡർ ആംഗിളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പേരൻസ് അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നതായിട്ടുള്ള നമ്മുടെ പേരൻസ് മാത്രമല്ല, നമ്മുടെ ചേട്ടന്മാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് പലരുണ്ട്, ചർച്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്. ഒരു വലിയ ബ്രോഡർ ആംഗിൾ നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ കൃപയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയും നമ്മുടെ മധ്യത്തിലുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ബ്ലെൻഡായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുവാനുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സോ ഹി വാസ് obedient to the earthly father and mother. സ്തോത്രം. പിതാവിനോട് അവൻ്റെ പർപ്പസുമായി ബന്ധപ്പെട്ട് വളരെ അനുസരണത്തോടുകൂടി അവനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ചിന്തിക്കാം, നമ്മളെ വിളിച്ചതായിട്ടുള്ളൊരു ദൈവമുണ്ട്. നമ്മളെല്ലാവരും പറയാറുണ്ട്, എന്നെ ദൈവം വിളിച്ചു, എന്നെ ദൈവം കണ്ടെത്തി. 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നത് നമ്മളല്ല, നമ്മളെ ദൈവം കണ്ടെത്തി, യേശു കണ്ടെത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദാറ്റ് മീൻസ് കണ്ടെത്തുന്ന ഒരാളെ കുറിച്ച് കാണുവാൻ ശ്രമിക്കുന്ന ആൾക്ക് എന്തോ ചെയ്യുവാനുണ്ട്, അല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം. സ്തോത്രം. യേശു മത്തായിയെ കണ്ടെത്തി, പത്രോസിനെ കണ്ടെത്തി. നിങ്ങളെ ഞാൻ മീൻ പിടിക്കുന്നവരാക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ there is a purpose behind the call. ഞാനും നിങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ബ്രോഡറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്നെയും നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചു എന്നാണ് നമ്മൾ പറയാറ്. സ്തോത്രം, അല്ലെ? വിളി. അപ്പൊ വിളി എന്ന് പറയുന്നതിന്, കോൾ എന്ന് പറയുന്നതിന് സം ഗോൾ ഈസ് ദെയർ, അല്ലെ? ചില കർത്തവ്യങ്ങൾ, ചില ഗോള് അതിൻ്റെ പിന്നിൽ ഉണ്ട്. ഈ ഗോളിലേക്കാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. ഇനി നമുക്ക് ആ ഭാഗം ഒന്നുകൂടി വിശദീകരിക്കുവാനായിട്ട് ഒബീഡിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. സ്തോത്രം. ഒരു പ്രത്യേകതയുള്ളൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ, അത് ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. 12 വയസ്സ് കഴിഞ്ഞിട്ട് ഈ ഒരൊറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 33.5 വയസ്സ് വരെ യേശുവിനെ പിന്നെ കാണുന്നത്, അല്ലേ? ശരിയല്ലേ? ഈ 12 വയസ്സിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ബൈബിളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തോട്ട് പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. അവൻ അനുസരണത്തോടു കൂടി മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം മാതാപിതാക്കൾ എന്ത് പഠിപ്പിച്ചുവോ, മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുവോ, മാതാപിതാക്കൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യണമോ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള കൂട്ടായ്മയിൽ എങ്ങനെ ആയിരിക്കണമോ, ഇതെല്ലാം യേശു കൃത്യതയോടുകൂടി നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാം. മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും അഹമ്മദിയര് പറയുന്ന ഒരു കാര്യം ഇതാണ്: 12 വയസ്സ് കഴിഞ്ഞിട്ട് യേശുവിനെ കുറിച്ച് മറ്റൊന്നും നമ്മൾ കേൾക്കാത്തത് കൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിലുള്ള ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, യോഗ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിൽക്കിടയൊക്കെ നടക്കാനായിട്ട് പറ്റുന്നത്. യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട് യോഗ ചെയ്യണമെന്നില്ല. എനിക്ക് പറയാം, നമ്മുടെ രോഹിത്താണ് എന്നെ പഠിപ്പിച്ചത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട്. യോഗ പഠിക്കണം നിർബന്ധമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും അഹമ്മദിയരാതാ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിൽ വന്നു പോയി എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. എനിവേ നമുക്കതൊരു വിഷയമല്ല. നമുക്കുടെ വിഷയം ഇതാണ്: യേശു അനുസരണയോടുകൂടിയിരുന്നു. മാതാപിതാക്കൾക്ക്, എർത്തലി മാതാപിതാക്കൾക്ക് അവൻ അനുസരണയോടുകൂടി ഇരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് ഈ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ അനുസരണയോടുകൂടി ഇരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവനെ വിളിച്ച പിതാവിൻ്റെ കോള്,
അവനെ വിളിച്ച പിതാവിന്റെ പർപ്പസ് നിവർത്തീകരിക്കുന്നതിൽ അവൻ എന്തു ചെയ്യാമോ, അൾട്ടിമേറ്റ് എന്താണോ അത് ചെയ്യുവാൻ തക്കവണ്ണം അവൻ അനുസരണയോടുകൂടിയിരുന്നു. വാക്യം അങ്ങനെയാ പറയുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഇരിക്കട്ടെ. താഴോട്ട് വീണ്ടും. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. കോളില് അവനെ വിളിച്ച ആ വിളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവനെ ദൈവപുത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടാണ്, സൃഷ്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ദൈവപുത്രനായിട്ടാണ് അവൻ ഈ ഭൂലോകത്തിലേക്ക് കടന്നു വന്നത്. മനുഷ്യൻ 100% എന്ന് ചോദിച്ചാൽ 100% മനുഷ്യനാണ്, 100% ദൈവമാണ്. അതാണ് അവൻ്റെ ക്യാരക്ടർ, അതാണ് അവൻ്റെ ഫിസിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ആ ടോട്ടൽ നേച്ചർ എന്ന് പറയുന്നത്. ദാസരൂപം എടുത്തു. മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ നികൃഷ്ടമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുസരണയോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാസനായി തീരുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പുറപ്പാട് പുസ്തകത്തിലാണോ എവിടെയാണെന്ന് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല, ദാസന്മാരെ കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുവന് ദാസനായിട്ടിരിക്കാൻ, അന്ന് ഇസ്രായേൽ മക്കളിൽ സ്ലേവ്സ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്ലേവറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ദാസന്മാരായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവർക്കുണ്ട്. അവര് ദാസന്മാരായിട്ട്, എനിക്ക് തോന്നുന്നു 6 വർഷമാണെന്ന് തോന്നുന്നു അവർക്ക് ഇരിക്കാൻ പറ്റുന്നത്. 7ാമത്തെ വർഷം അവരെ ഫ്രീ ആക്കി വിടണം. അപ്പോൾ ഒരു ദാസന് ഈ ഓണറെ, മാസ്റ്ററെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാം? അവിടെ പറയുന്നുണ്ട്, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാൻ, തുടർമാനമായിട്ട് ഈ ദാസത്വം കണ്ടിന്യൂ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവനത് യജമാനനെ അറിയിച്ചു കഴിഞ്ഞാൽ യജമാനൻ അവനെ കട്ടിലയുടെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെവിയിൽ ഒരു കിഴുത്ത ഇടുന്ന ഒരു അനുഭവം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. പൂർണ്ണമായിട്ടും ദാസത്വത്തിലേക്ക് ഞാൻ തയ്യാറാണ്. സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ദൈവത്തിന് ദാസന്മാരായിട്ടിരിക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഐ ആം ബോൺ അഗെയിൻ. നമുക്കറിയാം, മാരേജ് പ്രപ്പോസലുകൾ നമ്മൾ നോക്കിയാൽ, മനോരമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരെ ആഗ്രഹിക്കുന്നു? പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, നിങ്ങളൊക്കെ ഈ പ്രോസിക്കൂടെ പോയതല്ലേ, എനിക്കറിയാം. എന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച കുട്ടികളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണാവാം, പെണ്ണാവാം. ഓക്കെ, ആലോചിച്ച് നോക്കി. ദാസൻ എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ അവിടെ ചേർത്തിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാപിച്ച്, അല്ലെങ്കിൽ ബോൺ അഗെയിൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ചർച്ചിൽ വന്ന് ഇരുന്ന് സൺഡേ കഴിഞ്ഞ് പോയി, പിന്നെ അടുത്ത സൺഡേ വന്നിരുന്ന് അടുത്ത അങ്ങ് പോകുന്നു. അങ്ങനെ പോകാനായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്ന വിളി. ദൈവത്തിൻ്റെ വിളിക്കൊരു ഉദ്ദേശമുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ദാസനായിട്ടിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് അനുസരിച്ചു. ഐ ആം എ സ്ലേവ് ടു യു ഫാദർ എന്ന് പറയുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്നത്തെ ഈ ഒരു ചോദ്യത്തിന് മുൻപിൽ നമ്മൾ എന്ത് ആൻസർ പറയും? ആം ഐ literally a slave to Jesus, slave to my father. എന്താ ദാസൻ? ദാസൻ എന്ന് പറഞ്ഞാൽ പിതാവ് എന്ത് പറയുന്നു, കർത്താവ് എന്ത് പറയുന്നു അത് ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറായിട്ട് നിൽക്കുന്ന സ്വഭാവമുള്ളവനാണ് ദാസൻ എന്ന് പറയുന്നത്. അനുസരണം അവിടെ കിടക്കുന്നു. തീർന്നില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല യേശുവിൻ്റെ അനുസരണം. പിന്നീട് എന്താ നമ്മൾ കാണുന്നത്? 8ാമത്തെ വാക്യത്തിലേക്ക് മനുഷ്യ സാദൃശ്യത്തിലായി. ഈ ദാസരൂപം എടുത്തിട്ട് മനുഷ്യ സാദൃശ്യത്തിലായി. മാത്രമല്ല, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. സോ ദാറ്റ് മീൻസ് ദ അൾട്ടിമേറ്റ് ഒബീഡിയൻസ് one can do is nothing but the death. ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ,
മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുമ്പോൾ മരിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇപ്പോൾ നമ്മൾ തിരുവത്താഴ ശുശ്രൂഷ കഴിഞ്ഞു. ഈ തിരുവത്താഴ ശുശ്രൂഷ എന്താ വിളംബരം ചെയ്യുന്നത്? മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷ. നമ്മളെപ്പോഴും ആ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് വളരെ താല്പര്യമുണ്ട്. എന്താണെന്നറിയോ? അത് ക്രിസ്തുവിൻ്റെ മരണമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. ശരിയാണ്, ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി what we are talking about, we are talking about the death of me for Christ. യേശുവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് ശരിയായ ശുശ്രൂഷയുടെ ഭാഗം. ഈ ശുശ്രൂഷ ഒരു ആചാരമായി തീർന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും പാസ്റ്റർ മാത്യുവും അത് പറയാറുണ്ട്. ഇത് ആചാരമല്ല, ഇത് റിച്വൽ അല്ല എന്ന് എപ്പോഴും പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ദിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ അവർ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരിക്കാനെടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഒറ്റയടിക്ക് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവേശുവിൽ എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുവോ ആ വളർച്ചയുടെ ഭാഗമായിട്ട് മാത്രമേ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. ലോർഡ്, ഐ ആം റെഡി ടു ഡൈ ഫോർ യു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാം, ഞങ്ങൾ ഇതിനൊന്നും തയ്യാറല്ല എന്ന് വേണമെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഗിവിങ് ഓൾ ഫ്രീഡം ടു യു. സ്തോത്രം. ദിവസങ്ങൾ കടന്നു വരുന്നത്, നമ്മുടെ മുൻപിലുള്ളത് മരണത്തിലേക്ക് തയ്യാറെടുക്കുന്ന ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിലാണ്. ഹല്ലേലൂയ. ഇനിയുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ഒരുപക്ഷെ ബാർജ് ഔട്ട് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ സ്റ്റെപ്പ് കയറി ഒരു തോക്കുമായിട്ടോ ഒരു കത്തിയുമായിട്ടോ ഇവിടെ വന്നിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് ആരൊക്കെ ഉണ്ട്, എഴുന്നേറ്റ് നിന്നാട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ചിരിക്കുക. റൈറ്റ്. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ നമുക്ക് ഇത് ചിരിക്കാനായിട്ട് തോന്നും. ഞാൻ പണ്ട് ചിന്തിച്ചു പോവുക, നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, എത്ര വർഷമായെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ശ്രീലങ്കയിൽ ഒരു പള്ളിയിൽ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും അല്ലേ, കയറി വന്ന് ആക്ച്വലി ചെയ്തത് ഇങ്ങനെയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് തോക്കുമായിട്ട് കടന്നു വന്നു. എനിക്കൊന്ന് കത്തിയുമായിട്ടും തോക്കുമായിട്ടും ഒക്കെ കടന്നു വന്നിട്ട് ശക്തമായ ആക്രമണമാണ് അവിടെ നടത്തിയത്. പ്രിയമുള്ളവരെ, അങ്ങനെ കടന്നു വരുമെന്നൊന്നും ഞാൻ പ്രവചിക്കുകയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം അനുസരണമുള്ളവരാണ്. അനുസരണത്തിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് അർത്ഥം എന്ന് പറയുന്നത് യേശുവിനായിട്ട് മരിക്കുക എന്നുള്ളതാണ്. 2024 റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് ഞാൻ തിരിയുന്നു എന്ന് ഞാൻ പ്രസ്താവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തിരിയാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് ഞാൻ എന്നെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് ചിന്തിക്കുക, യേശു അനുസരിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്കും അനുസരിച്ചുകൂടാ? പിതാവിന് വേണ്ടി, ഹല്ലേലൂയ, പിതാവ് പറഞ്ഞ പർപ്പസിന് വേണ്ടി, ലോകത്തിലെ സർവ്വവിധത്തിലുള്ള ജനങ്ങൾക്കും വേണ്ടി, സകല ജാതികൾക്കും വേണ്ടി മരിക്കുവാൻ തയ്യാറായിട്ടുള്ള യേശുവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ആ മരണത്തിലൂടെ എനിക്ക് നിത്യജീവനെ പ്രകാശിപ്പിച്ച് തരുവാൻ തക്കവണ്ണം കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും മരണം അനേകരെ യേശുവിലേക്ക് നയിക്കുമെങ്കിൽ ഞാനും നിങ്ങളും മരിക്കാൻ തയ്യാറാണോ? സ്തോത്രം. നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. അത് ഒന്നാമത്തെ കാര്യം, അനുസരണത്തിലേക്ക് നമ്മൾ കടന്നു. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തേത് വിസ്ഡത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിച്ചത്, അല്ലേ? വീണ്ടും നമുക്ക് പോകാം. ലൂക്കോസ് സുവിശേഷം 2:52 നമുക്ക് പോകാം. ജ്ഞാനം. സ്തോത്രം. പ്രോബ്സ് സദൃശവാക്യം 9:10 എടുക്കണമെന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചാൽ മതി. ആ 52ാമത്തെ വാക്യം തന്നെ അവിടെ കിടക്കട്ടെ.
ലൂക്കോസ് 2:52 മാത്രം അവിടെ കിടക്കട്ടെ. നമുക്ക് വായിക്കാം. പ്രോബ്സ് സദൃശവാക്യം 9:10 നമുക്കൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. വിസ്ഡം നമുക്കറിയാം. ശലോമോനെ കുറിച്ച് നമുക്കറിയാം. ശലോമോന് ദാവീദിന്റെ പക്കൽ നിന്ന്, അവൻ പുത്രനാണ്, രാജ്യഭാരം ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച ഒരു പ്രധാന പ്രാർത്ഥനയുണ്ട്. എന്താണ്? ദൈവത്തിന്റെ സർവ്വവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും അവന് വേണേൽ ചോദിക്കാം. പക്ഷേ അവൻ ചോദിച്ചൊരു കാര്യം എന്താണ്? അവൻ ചോദിച്ചത് ജ്ഞാനം. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ജ്ഞാനത്തെ ചോദിക്കുക, ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, ഇഷ്ടം പോലെ നിങ്ങൾക്ക് അവനെ തരും. ഈ പരിശുദ്ധാത്മാവും ജ്ഞാനവും എല്ലാം ഒന്നായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ വ്യാപരിക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണ് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ്? നിങ്ങൾ ജ്ഞാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉയരത്തിലുള്ള ജ്ഞാനത്തെ ആഗ്രഹിക്കുക. സ്തോത്രം. എന്താണ് പ്രത്യേകത? ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിവുകൾ ഒരുപാട് തരും. റോയങ്കിള് എപ്പോഴും പ്രാർത്ഥന ഞങ്ങൾ 6 മണി പ്രാർത്ഥനയിൽ എപ്പോഴും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പാസ്റ്റർ മാത്യു ഒരു നേഷനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും. ഈ നേഷനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നേഷനെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ റോയങ്കിൾ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇത് റിപ്പബ്ലിക് ആണോ പ്രസിഡൻഷ്യൽ ആണോ, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് ആണോ? റോയങ്കിൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിവേ, ഞാൻ വിചാരിക്കുന്നത് റോയങ്കിൾ എന്തുകൊണ്ടായിരിക്കും അത് ചോദിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച്, ആ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണോ, അതോ ചിലത് രാജഭരണമുണ്ട്? ഓക്കെ. സോ വളരെ നല്ല കാര്യമാണ്. പ്രാർത്ഥിക്കുന്നതിക്ക് മുമ്പായിട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിജസ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇനി മറ്റൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. സ്തോത്രം. അത് ഉയരത്തിലെ ജ്ഞാനത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വസ്തുതയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ ചില വസ്തുതകളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര പേർക്ക് ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്? സ്തോത്രം. ചില സമയത്ത് നമുക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയാത്തതായിട്ടുള്ള വാക്കുകളിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞിരിക്കും. സ്തോത്രം. ചിലരത് പറയുന്നു അന്യഭാഷയിലൂടെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്, ശരിയായിരിക്കും. കാരണം അന്യഭാഷ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് നമുക്ക് കരുതാം. ഈ അന്യഭാഷ വ്യാഖ്യാനത്തിലൂടെ കടന്നുപോയി നമ്മൾ ഒരുപക്ഷെ കണ്ണടച്ച് കഴിയുമ്പോൾ ഒരു ദർശനം നമ്മൾ കാണുകയാണ്. ഞാൻ ടെസ്റ്റിമണികൾ കേട്ടിട്ടുണ്ട്. ചിലരെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്ലെയിൻ കാണിക്കുന്നു. ആ പ്ലെയിൻ കാണിക്കുന്നു, അവിടെയുള്ള യാത്രക്കാരെ കാണിക്കുന്നു. ആ യാത്രക്കാര് പ്ലെയിൻ ആക്സിഡന്റിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് കാണിക്കുന്നു. ഇങ്ങനെ കാണിച്ച സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിട്ട് അതേ സമയത്ത് ആക്സിഡന്റ് ആകാൻ സാധ്യതയുള്ള ടെക്നിക്കൽ എററുകൾ ആ പ്ലെയിനിൽ നിന്ന് ശബ്ദം കേട്ട്, പൈലറ്റ് പറഞ്ഞതിനെ കേട്ട് ജനങ്ങളെല്ലാവരും ഒരുമിച്ചേർന്ന് പ്രാർത്ഥിച്ച് ആ ടെക്നിക്കൽ എറർ മാറി ആ വിമാനം രക്ഷപ്പെട്ടതായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാളുടെ ടെസ്റ്റിമണി എഴുതിയിട്ടുണ്ട്, അതേ സമയത്ത് അയാള് മുട്ടുമടക്കി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അയാൾക്ക് കാണിച്ചു കൊടുത്തു ഈ ഒരു സംഭവം. അയാൾ പ്രാർത്ഥിച്ചു, അയാളുടെ പ്രാർത്ഥന കൊണ്ട് വിടുവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അയാൾ എഴുതിയത്. വളരെ കറക്റ്റാണ്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ വീട്ടിലിരുന്ന്, റൂമിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ തൊട്ടയൽപക്കത്തുള്ള വീട്ടിലെ ഒരു പ്രയാസത്തെ, ഒരു ദുഃഖത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് ദർശനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, സ്തോത്രം, അതൊരു വലിയ വിടുതലായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ.
ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ അതേ രീതിയിലുള്ള പ്രാർത്ഥന, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, നിങ്ങൾ ആത്മാവിലും പ്രാർത്ഥിക്കും. സ്തോത്രം. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് ദോഷമെന്ന് ബൈബിൾ പറയുന്നില്ല. ബുദ്ധിയിലും നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങളെ റോയിങ്ങൾ പറയുന്ന പോലെ ചില കാര്യങ്ങളെ, നേഷനെ കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ആ രാജ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ മുട്ടുമടക്കി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന്, ദൈവം വെളിപ്പെടുത്തുന്ന സത്യങ്ങളിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുമുണ്ട്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവിക ജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. സ്തോത്രം. ഹല്ലേലൂയ. ജ്ഞാനത്തിൽ അവൻ വളർന്നു. അവനും തന്നെ. സ്തോത്രം. മാറ്റല്ലേ, 52 മാറ്റല്ലേ പ്ലീസ്. 2:52. ഹല്ലേലൂയ. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി. നസ്ർ 52. യേശുവോ ജ്ഞാനത്തിലും. ദ വിസ്ഡം. അവൻ എവിടെ നിന്നാണ് ഈ ജ്ഞാനം കിട്ടുന്നത്? കൊളോസ്യർക്കെതിരെ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ഞാൻ ഇതിനോട് അനുബന്ധമായിട്ട് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പലപ്പോഴും പല വീടുകളിലോ അല്ലെങ്കിൽ പല വ്യക്തികളുമായിട്ട് ചേരുന്ന സന്ദർഭങ്ങളിലോ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രയാസം നേരിടുന്നു. നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങൾക്കൊന്ന് വായിക്കാം. കൊളോസ്യർ 1:9 മുതൽ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ആരും എടുത്തോ. കൊളോസ്യർ 1:9. ഈ ലൂക്ക് എപ്പോഴും എടുത്തിട്ടാൽ മതി. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൂക്ക് ഇട്ടാൽ മതി. ഓക്കെ. സ്തോത്രം. അവിടെ എന്ത് പറയുന്നു നോക്കിയേ. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. അതുകൊണ്ട് ഞങ്ങൾ, പെട്ടെന്ന് ഞാൻ തീർക്കാം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായിട്ട്, ശ്രദ്ധിച്ചോണം, പൂർണ്ണപ്രസാദത്തിനായിട്ട് കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായിട്ടുള്ള സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. മതി, തിരിച്ചു പോയാട്ടെ. സ്തോത്രം. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. നോക്കിയേ, അതിൻ്റെ 10ാമത്തെ വാക്യം, അതിൻ്റെ 9ാമത്തെ വാക്യം. ഹല്ലേലൂയ. അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം വളരുവാൻ നിങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ. സ്തോത്രം. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല എന്ന് വാക്കും പറയണ്ട. ഈ ഭാഗം എടുത്താൽ മതി. ഈ ഭാഗത്തിൽ എന്ത് പറയുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നത് അശ്വന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രാർത്ഥിക്കുന്നു? ദൈവത്തിൻ്റെ സകലവിധ ജ്ഞാനത്തിലും വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവേകത്തിൽ വളരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സൽപ്രവൃത്തിയിൽ ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറയുന്നവര് ഈ ഭാഗം നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഹല്ലേലൂയ. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ബൈഹാർട്ട് ചെയ്യുന്ന പോലെ ബൈഹാർട്ട് ചെയ്യുക. തെറ്റില്ല. എന്താ ജ്ഞാനം? വിസ്ഡം എന്താണ്? വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്ന വിസ്ഡം, ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള ജ്ഞാനം. ആ ജ്ഞാനമാണ് എനിക്ക് ലഭിക്കേണ്ടത്. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുന്ന അതാണ്. നിങ്ങൾ ഉയരത്തിലുള്ളതിനെ ചിന്തിക്കണം. സ്തോത്രം. 2024 നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ജ്ഞാനത്തിൽ, കർത്താവേ, സ്വർഗത്തിലെ ജ്ഞാനം എനിക്ക് ലഭിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഈ സ്വർഗത്തിലെ ജ്ഞാനം ലഭിക്കാതിരുന്നാൽ ഞാൻ അങ്ങയിലുള്ള പരിജ്ഞാനത്തിൽ വളരുന്നില്ല. കർത്താവുള്ള യേശുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും. യെസ്, ജ്ഞാനത്തിൽ അവൻ വളർന്നു. എന്തുകൊണ്ട്? പിതാവായിട്ടുള്ള ദൈവത്തിന്റെ വാക്കുകൾ എപ്പോഴും ശ്രവിച്ചുകൊണ്ടിരുന്നവനാണ് യേശു. അതുകൊണ്ട് അവൻ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അവൻ വളർന്നു വന്നു. പെട്ടെന്ന് ഞാൻ പോട്ടെ. സ്റ്റേച്ചർ. ഹല്ലേലൂയ. അവിടെ 3ാമത് പറയുന്നത് വളർച്ച. സ്റ്റേച്ചർ, വളർച്ച, വളർച്ചയിൽ.
വളർച്ച എന്ന് പറഞ്ഞാൽ ശരീരം, അല്ലെങ്കിൽ എന്തായാലും പറയാൻ പറ്റുന്ന ഒരു ഓവറോൾ ഓൾസംനെസ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വർഷം കർത്താവേ അങ്ങേപ്പോലെ വളരുവാൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, പെട്ടെന്ന് നമുക്ക് പോകാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ ആ ഭാഗം ഏതാണെന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, എങ്കിലും 12 കഴിഞ്ഞതിന് ശേഷം താഴോട്ട് ഇങ്ങ് എടുത്താട്ടെ, 16, 17 ആ ഭാഗങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ പ്രായത്തിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം, ദ മെച്യൂരിറ്റി. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും. ശ്രദ്ധിച്ചോണം, തികഞ്ഞ പുരുഷത്വം. സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ പുരുഷത്വം എന്ന് പറഞ്ഞൊരു വാക്കാണ്. ശരിക്കും അങ്ങനെ ചിന്തിക്കാം. തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഹല്ലേലൂയ. 2024 ഞാനും നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെക്കേണ്ടുന്ന വിഷയമാണിത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു അനുസരണത്തിൽ മാറ്റം വരുത്തണം. രണ്ടാമത് നമ്മൾ പറഞ്ഞു ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ജ്ഞാനത്തിൽ നമുക്ക് മാറ്റം വരുത്തണം. ജ്ഞാനത്തിന്റെ കാംക്ഷയെക്കുറിച്ച് നമുക്ക് മാറ്റം വരുത്തണം. മൂന്നാമത് ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിനെ പോലെ അവന്റെ തികഞ്ഞ പുരുഷത്വത്തിൽ അവന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം കർത്താവേ ഞാൻ മുട്ടുമടക്കില്ല, ഞാൻ പിന്മാറില്ല. കർത്താവേ നിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഇതാണ്, എനിക്ക് ആ ലെവലിലേക്ക് എത്തണം കർത്താവേ. സ്തോത്രം. ഒന്ന് പറഞ്ഞാട്ട്, എനിക്ക് ആ ലെവലിലേക്ക് എത്തണം. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ ആവശ്യം. ദ സ്റ്റേച്ചർ. 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായ ഈ ശരീരത്തെ എത്രത്തോളം ഞാൻ സംരക്ഷിച്ച് ഈ ദൈവത്തിന്റെ ആ താല്പര്യത്തോടു കൂടി നടക്കുമെന്നുള്ളത് ഞാനൊരു തീരുമാനം എടുക്കണം. സ്തോത്രം. എനിക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണം, ആവശ്യത്തിനുള്ള എക്സസൈസ് ചെയ്യണം, ഈ വയറിനെ കുറയ്ക്കാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കണം, ആവശ്യമില്ലാത്ത ഫാറ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് മാറണം. തീരുമാനമെടുക്കാം. നമുക്ക് തീരുമാനമെടുത്താൽ നടക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ ആരോടും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് എന്ത് സംഭവിക്കും? അടുത്ത വർഷം ജാനുവരി 1 തന്നെ നിങ്ങളോട് ചോദിക്കും, വലിയ കുറച്ചിലൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി, വലിയ കുറച്ചിലൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചു കളയും. അതുകൊണ്ട് ആരോടും പറയണ്ട. യു ടേക്ക് എ ഡിസിഷൻ ഇൻസൈഡ് ഓഫ് യുവർ ഹാർട്ട്. സ്റ്റേച്ചർ. സ്തോത്രം. പ്രായത്തിൻ്റെ സമ്പൂർണതയോളം ദൈവം കർത്താവ് അവൻ ദൈവപുത്രനായതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നാൽ തന്നെയും അവൻ ആവശ്യത്തിന് ഭക്ഷണത്തെക്കുറിച്ചും ആവശ്യത്തിന് റെസ്റ്റിനെക്കുറിച്ചും ആവശ്യത്തിന് അവൻ ശിഷ്യന്മാരുമായിട്ടുള്ള അവൻ്റെ ഫെലോഷിപ്പിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ അധിവസിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ ശരീരത്തെക്കുറിച്ച്. ഹല്ലേലൂയ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷ ചെയ്ത് നാളെ അവസാനിപ്പിക്കുന്ന ശുശ്രൂഷയല്ല. നമുക്ക് ലൈഫ് സ്പാൻ എത്ര തന്നിട്ടുണ്ടോ അതിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം, കർത്താവെ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് പറ്റും? അറ്റ്ലീസ്റ്റ് എവറി സെക്കൻഡ് സാറ്റർഡേസ്, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ നൂൺ വരെ 2.5 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് കർത്താവെ ഒരു മാസത്തിൽ ഞാൻ തീരുമാനമെടുക്കുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. 41 ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല, 21 ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല, ആകെ 2.5 ദിവസം ഒരു മാസത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? യെസ്. ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നത് ശരീരത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നതിലൂടെ ആത്മീകമായിട്ടുള്ള അന്തസത്തയെക്കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യാനും നമുക്ക് കഴിയും. സ്തോത്രം. എന്തിനാ ഫാസ്റ്റിംഗ് എടുക്കുന്നത്? ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ പ്രോസസ്. ഇതൊരു ഡിസിപ്ലിനാണ്, ഇതൊരു അച്ചടക്കമാണ്.
ഞാൻ ബർഗർ, KFC ഇങ്ങനെയുള്ളതൊക്കെ കർത്താവെ ഞാൻ മാസത്തിൽ ഒന്നാക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ യങ്സ്റ്റേഴ്സ് ചിലപ്പോൾ പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പാസ്റ്റർ ഇതൊന്നും കഴിക്കരുതെന്ന് പറയാം. ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അവർക്കും ബിസിനസ് ഉണ്ടല്ലോ, അവർക്കും ബിസിനസ്സൊക്കെ ചെയ്യണ്ടേ, റൈറ്റ്? ലെറ്റ് ദം ഡു ദ ബിസിനസ്. യു ഹാവ് ടു പേ സം മണി ഫോർ ദാറ്റ്. പക്ഷേ നമുക്കൊരു തീരുമാനം എടുക്കാം. ഐ വിൽ നോട്ട് ഡു ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും, അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. 2024 നമുക്കതൊരു തീരുമാനം എടുക്കാം. സോ ഐ എം ഗ്രോയിങ് വിത്ത് ഗോഡ്. ഐ എം ഗ്രോയിങ് ലൈക്ക് ജീസസ്. യേശുക്രിസ്തുവിനെ പോലെ ഞാൻ നടക്കാനും, യേശുക്രിസ്തുവിനെ പോലെ ഏത് സമയത്തും ക്ഷീണമില്ലാതെ ഏത് സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് പോകാനും ഒക്കെ ഒരു തീരുമാനമെടുക്കാം. രാവിലെ 3:30 എഴുന്നേറ്റിരുന്ന യേശുക്രിസ്തു പ്രാർത്ഥിക്കാനായിട്ട് ലോൺലി ആയിട്ടുള്ള പ്ലേസ് തേടി പോയെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ടൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും? സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഫിസിക്കിനെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് തീരുമാനം ഉള്ളിൽ എടുക്കാൻ പ്രിയമുള്ളവരെ. 3-ാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞു. 4-ാമത്തെ കാര്യം നമ്മളിവിടെ വായിക്കാൻ പോവുകയാണ്. അവിടെ എന്താ പറയുന്നത്? യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നോക്കി, ദൈവത്തിന്റെ ഫേവർ, കൃപ എന്ന് പറയുന്നത് അവിടെ ഗ്രേസ് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, ഫേവർ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഫേവറിൽ ഞാൻ വളർന്നു വന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ ഫേവറിൽ ഞാൻ ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അൻസിൻ, ചിന്തിക്കാൻ പറ്റുമോ? കർത്താവിൻ തുടർന്നുള്ള ഈ മാസങ്ങളിൽ കർത്താവിന്റെ ഫേവർ, കർത്താവിന്റെ ഗ്രേസ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ എത്രത്തോളം കർത്താവെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ഞാൻ ചെയ്യുമെന്നൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലൊന്ന് എടുത്തു നോക്കിയാട്ടെ. There will be changes happening. That change will definitely change you, change among the fellowship. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ മനുഷ്യരുടെ ഇടയിലും ഉള്ള ആ ഫേവറിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കും. സ്തോത്രം. മനുഷ്യരുടെ ഇടയിലെ ഫേവറിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 6:3 നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബ് 4:4 നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘട്ടത്തിൽ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് സഭയിലേക്ക്, ചർച്ചിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിധവകളുണ്ട്, മറ്റ് പലരുണ്ട്, ഇവർക്കെല്ലാം ഭക്ഷണം അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കറക്റ്റ് സമയത്തൊന്നും എത്തുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല ആൾക്കാർക്ക്. കംപ്ലൈൻ്റ് ഉണ്ടായി. അപ്പോൾ അപ്പോസ്തലന്മാരൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം എടുത്തതെന്നറിയോ? അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യേശു അതൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 6:3 ഒന്ന് വായിച്ചാട്ടെ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: റെസ്പെക്ട്ഫുൾ പേഴ്സൺസ്. ആലോചിക്കുക, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കി. ഓക്കെ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള, ദ ഫേവർ എമംഗ് ദ പീപ്പിൾ. മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ ഇടയിൽ നല്ല ഫേവറുള്ള ചിലരെ തെരഞ്ഞെടുത്താട്ടെ എന്നാ പറയുന്നത്. സ്തോത്രം. ആ തെരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. ആം ഐ ഫേവറബിൾ ടു ദ മെൻ? ഞാൻ കൂടി വരുന്ന കൂട്ടായ്മയിൽ ഞാനൊരു ഫേവറബിൾ പേഴ്സണാലിറ്റി ആണോ? അതോ എന്നെ കാണുമ്പോൾ ആൾക്കാർ മാറിപ്പോകുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുമോ എന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. സ്തോത്രം. നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ നമ്മുടെ ചുറ്റുപാടും ഉള്ളവരെന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. എന്തുകൊണ്ടാണ് എൻ്റെ പ്രസൻസ് ഇഷ്ടപ്പെടാത്തതെന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഇങ്ങനെ പല കാര്യങ്ങളിൽ, പല രീതികളിൽ നമുക്കതിനെ ചിന്തിക്കാം. സ്തോത്രം. കൂട്ടായ്മ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, നമ്മളെല്ലാവരും പരസ്പരം ഫേവറബിൾ ആണെങ്കിൽ കൂട്ടായ്മയുടെ ശക്തി വളരെ വലുതായിരിക്കും. പല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെയാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തു എന്നാണ് അവിടെ വായിക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ തെരഞ്ഞുകൊള്ളുവിൻ.
ഒരു കാര്യം, ഒരു മാനദണ്ഡം നോക്കണം. ഈ നിങ്ങളുടെ ഇടയിൽ തിരിഞ്ഞുകൊള്ളുവെന്ന് പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചവരാണ്. പക്ഷേ അവരുടെ ഇടയിൽ ഈ ഫേവർ ഉള്ള വ്യക്തികളെ തെരഞ്ഞുകൊള്ളുവിനെന്നാ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഡിഫറൻസ്, ഇല്ലേ? അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? രക്ഷിക്കപ്പെട്ടു, ആത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ വാക്യം അവിടെ തെറ്റിപ്പോവില്ലായിരുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു പോവില്ലായിരുന്നോ? നിങ്ങളിൽ പ്രിയമുള്ളവരെ കൃപാചുരം ജ്വലിക്കുന്ന, അന്യഭാഷ കൂടുതൽ പറയുന്ന ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ എന്നായിപ്പോയേനെ. അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞത് എങ്ങനെയാണ്? നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളുവിൻ. ഫേവർ. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എന്താ വായിച്ചത്? ക്രിസ്തുവിനെ കുറിച്ച് വായിച്ചത് 5 കാര്യങ്ങൾ. ഞാൻ നിർത്തുകയാണ് ഇവിടെ. 5 കാര്യങ്ങൾ. 1, അവൻ്റെ ഒബീഡിയൻസ്, അവൻ്റെ അനുസരണം. 2, അവൻ്റെ വിസ്ഡത്തെക്കുറിച്ചുള്ള അവൻ്റെ ആഗ്രഹം. 3, അവൻ്റെ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആളത്വം, അവൻ്റെ പുരുഷത്വം. 4, ഫേവർ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള അവൻ്റെ കൃപ നിറഞ്ഞ ജീവിതം. 5, ഫേവർ വിത്ത് മെൻ, കൂട്ടായ്മയിലുള്ള ആ ഫേവർ. സ്തോത്രം. ദൈവം കൃപ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ലൂക്കോസ് 1:80. ഇതിപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്യുവാൻ തക്കവണ്ണം മറ്റൊരു വാക്യം നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ നിർത്താം. ലൂക്കോസ് 1:80 എന്ത് പറയുന്നു? അത് മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. യേശുവിന് തൊട്ട് മുമ്പ് ദൈവം വിളിച്ചു വരുത്തിയതായിട്ടുള്ള വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അവനെ കുറിച്ച് എന്ത് പറയുന്നു? പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. സ്തോത്രം. 2024 നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിക്കണം. സ്തോത്രം. ആത്മാവിൽ ഞാൻ ബലപ്പെടണം. ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിൽ തന്നെ ഇരുന്നു, ഏകാന്തവാസത്തിലിരുന്നു. ഒരു ക്ലൂ അവിടുന്ന് കിട്ടുന്നുണ്ട്. ആത്മാവിൽ ബലപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? മരുഭൂമിയുടെ ഒരു വാസം നമുക്ക് ആവശ്യമാണ്. എത്ര പേർക്ക് അതിന് പ്രൈസ് ദി ലോർഡ് പറയാൻ പറ്റും? ഹല്ലേലൂയ പറയാൻ പറ്റും? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്, ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള അനുഭവം, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനുള്ള അനുഭവത്തിലേക്ക് നമ്മൾ കടക്കണം. എല്ലാ ദിവസവും ഈ ലോകത്തിൻ്റെ ആ തിരക്കിൽ പെട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാതെ നമ്മളൊന്ന് മാറി നിന്നിട്ട് ഹല്ലേലൂയ ആത്മാവിൽ ബലപ്പെടുവാനുള്ള സമയം കൂടി നമ്മളിരുന്നു. 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്തോത്രം. അനുസരണത്തിൽ, ജ്ഞാനത്തിൽ. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണ്? അനുസരണത്തിൽ, ജ്ഞാനത്തിൽ. മൂന്നാമത്തെ കാര്യം എന്താണ്? സ്റ്റേച്ചറിൽ, അല്ലേ? ആളത്വത്തിൽ അല്ലെങ്കിൽ പുരുഷത്വത്തിൽ. 4-ാമത്തെ കാര്യം ഫേവർ വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ. 5-ാമത്തെ കാര്യം ഫേവർ വിത്ത് മെൻ, കൂട്ടായ്മയിൽ ഫേവർ ലഭിക്കുവാൻ തക്കവണ്ണം. 6-ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാനെ കുറിച്ച് പറയുന്നത് പോലെ, സ്തോത്രം, അവൻ ആത്മാവിൽ ബലപ്പെട്ടു വന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്താം. 2024 വൃഥാവായി പോകരുത് കർത്താവേ. ഞങ്ങൾ 2023 വരെയുള്ള ദിവസങ്ങളിൽ നീ ഞങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് പല കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ കർത്താവേ, 2024 വ്യത്യസ്തമായൊരു വർഷമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ, ദൈവകൃപയിലേക്ക് അടുക്കുവാൻ, ദൈവസ്നേഹത്തിലേക്ക് അടുക്കുവാൻ, അനുസരണത്തിലാകുവാൻ, ജ്ഞാനം സമ്പാദിക്കുവാൻ, പ്രൈസ് ഗോഡ്, സ്റ്റേച്ചറിലേക്ക് എത്തുവാൻ, കർത്താവേ ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുവാൻ, മനുഷ്യരുടെ ഫേവറിലേക്ക് എത്തുവാൻ. ഗ്ലോറി ഗോഡ്. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ആത്മാവിൽ ബലപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട്. ബട്ട് ഐ ബിലീവ്, ഐ ട്രസ്റ്റ് ഇൻ യു ഗോഡ്, ഐ ട്രസ്റ്റ് ഇൻ യു ഫാദർ. ഹല്ലേലൂയ. ഒരു തായ് തേറ്റുവതുപോൽ
ഒരു തായ് തേറ്റുവതു പോ തേറ്റുവാ. அணைப்பாரே மனம் கவலை தீர்ப்பாரே. ஒரு தாய் தேற்றுவது போல் என் நேசர் தேற்றுவார். സ്തോത്രം. ആർക്കെങ്കിലും ദൈവകൃപയിൽ നിൽപ്പാൻ, ദൈവ സാന്നിധ്യത്തിൽ വളരുവാൻ, നമ്മൾ കേട്ട ദൈവവചനം പോലെ ജ്ഞാനത്തിൽ വളരുവാൻ, ഹല്ലേലൂയ, അനുസരണത്തിൽ വളരുവാൻ, സ്റ്റേച്ചറിൽ വളരുവാൻ, ഫേവറിൽ വളരുവാൻ, ആത്മീകമായി ആത്മാവിന്റെ ബലത്തിൽ വളരുവാൻ. സ്തോത്രം. ആർക്കാണ് പ്രിയമുള്ളവരെ താല്പര്യമുള്ളത്? ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവ സാന്നിധ്യം നിങ്ങളെ പിടികൂടാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് യു ജീസസ്. ഓ മാകാശനരകാദന പ്രവീഗനദസ വിശരരകലാദ ശംപ്രവീഗനദശ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. പലരും ഡ്രൈ ആയെന്ന്, ഞാനൊരു ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്ന കർത്താവേ എന്ന് ചിന്തിക്കുന്നവര് എൻ്റെ മധ്യത്തിൽ ഇവിടെയുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഡ്രൈ ആയിന് എന്ന് ചിന്തിക്കുന്നതിന്റെ റീസൺ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ ജ്വലിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ജ്വലിപ്പിക്കുക. സ്തോത്രം. മുട്ടുമടക്കുക. സ്തോത്രം. ദൈവസന്നിധിയിൽ കരയുക. ഗ്ലോറി ഫാദർ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചെടുക്കുവോളം കർത്താവേ ഞാൻ പിന്മാറില്ല എന്ന് പറയുവാൻ തക്കവണ്ണം. ഓ സ്തോത്രം. ദൂതനുമായിട്ട് യുദ്ധം ചെയ്ത ജേക്കബിനെ നമുക്കറിയാം. സ്തോത്രം. യാക്കോബിനെ നമുക്കറിയാം. അവന്റെ തുടയെല്ല് ഉളുക്കുന്നത് വരെ അവൻ യുദ്ധം ചെയ്തെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ അവന്റെ മേൽ കടന്നു വന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം സ്തോത്രം ഇവിടെ നിൽക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ഫേവർ ദൈവത്തിന് തരുവാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ലാക്നെസ്, എന്തുകൊണ്ടാണത് നഷ്ടപ്പെട്ടു പോകുന്നത്? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാമോ? ഓ ലോർഡ്, ആ ഡ്രൈനെസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്ന് വിട്ടു നിൽക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന അതാണ്. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ യു മേ പ്ലീസ് കം ഫോർവേഡ്. എല്ലാവരും വരണമെന്നില്ല. റിയലി ദോസ് ഹു ആർ സീക്കിംഗ്, ദർ ഈസ് എ ചേഞ്ച് ഐ നീഡ്. ഹല്ലേലൂയ. ഈ വർഷം പൂർണ്ണമായിട്ടും ഒരു വലിയ വ്യത്യാസത്തിലേക്ക് എനിക്ക് കടന്നു വരണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും ബലവും പ്രാപിച്ച് ശക്തിയോടെ മുന്നേറണം. ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ എല്ലാവരും താല്പര്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ താല്പര്യമുള്ളവരാരോ ഉണ്ട് ഇവിടെ. ആരോ 1-2 പേര്. യെസ്, നിങ്ങൾക്ക് വരാൻ മടിയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. യെസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കർത്താവേ ആ സഹോദരന്റെ മേൽ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആ സഹോദരിയുടെ മേൽ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തൊടുവാൻ തക്കവണ്ണം അങ്ങ് മതിയായവനാണ്. ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തമായ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവേ, തടസ്സം നിൽക്കുന്ന സകലത്തിൻ്റെ മേലും അധികാരമെടുത്ത് മുന്നേറുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ, ദൈവശക്തിയിൽ മുന്നേറുവാൻ കർത്താവേ ഞാൻ തയ്യാറാണ്.
യെസ് ലോർഡ്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. യെസ്, നിങ്ങളുടെ ഹൃദയത്തിൽ കരം വച്ചിട്ട് നിങ്ങൾ പറഞ്ഞാട്ടെ, യെസ്, ഗോഡ് ഈസ് ദേർ ടു ഹിയർ യു. പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾക്കുകയാണ്. താങ്ക് യു ജീസസ്, വി പ്രൈസ് യു ഫാദർ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആ സഹോദരനായിട്ട്, ആ സഹോദരിക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം കർത്താവേ അവൻ്റെ മേൽ വച്ചാട്ടെ. പ്രൈസ് യു ജീസസ്.